നമസ്കാരം, കേരളാബിക്സ് ചാനലിന്റെ പുതിയൊരു യാത്രാവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സഹ്യന്റെ മടിത്തട്ടിൽ പച്ചപ്പ് പുതച്ചുറങ്ങുന്ന ഇടുക്കി ജില്ലയിലെ ഒരു അദ്ഭുത ലോകത്തേക്കാണ്. മാങ്കുളം. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരില്ലേ? എന്നാൽ ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം മാങ്കുളത്തിനും ഉള്ളിലുള്ള പേര് അന്വർത്ഥമാക്കുന്ന ഒരിടമാണ് ആനക്കുളം. ലോകത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഒരു പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആനക്കുളം, പേരുപോലെ തന്നെ ആനകളുടെ കുളം. മിക്ക ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ പുഴയിൽ വെള്ളം കുടിക്കുവാനായി കൂട്ടമായി എത്തുന്ന കാട്ടാനകളെ കാണാൻ സാധിക്കും. പതിറ്റാണ്ടുകളായി മനുഷ്യരും ആനകളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഇത്. ആനകളെ കൂടാതെ വെള്ളച്ചാട്ടങ്ങൾ, കാടിനുള്ളിലൂടെയുള്ള ജീപ്പ് സഫാരി, ട്രെക്കിംഗ്, പക്ഷി നിരീക്ഷണം എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഇവിടം ഒരു സ്വർഗമാണ്. ആനക്കുളത്തേക്കുള്ള ഞങ്ങളുടെ 5ാമത്തെ സന്ദർശനമാണ് ഇത്. ഇതുൾപ്പെടെ 3 പ്രാവശ്യമേ ഞങ്ങൾ ഇവിടെ ആനകളെ കണ്ടിട്ടുള്ളൂ. 2 പ്രാവശ്യം ഞങ്ങൾ ഒരുപാട് നേരം കാത്തുനിന്നെങ്കിലും ആ സന്ദർശനവേളയിൽ ഒരു ആന പോലും വന്നില്ല. കൊച്ചിയിൽ നിന്ന് 136 കിലോമീറ്റർ 4.5 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്ത് ഉച്ചയ്ക്ക് 12 മണിയോടെ ഞങ്ങൾ ഇവിടെയെത്തി. സാധാരണയായി ഇവിടെ കാട്ടാനകൾ കൂട്ടങ്ങളായി വൈകുന്നേരങ്ങളിലാണ് കാടിറങ്ങി ഇവിടെ വെള്ളം കുടിക്കാനായി എത്താറുള്ളത്. അതിനു വിപരീതമായി ഞങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ കാനനച്ചോലയിൽ നിറയെ ആനകളുണ്ടായിരുന്നു. ഇതിൽ പിടിയാനയും ചെറിയ കുട്ടിക്കൊമ്പന്മാരും അടുത്തു ജനിച്ച കുട്ടിയാനകൾ വരെയുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു കാട്ടുകൊമ്പൻ പതിയെ കാടിറങ്ങി വന്ന് ഈ കാട്ടാനക്കൂട്ടത്തിൽ പങ്കുചേരുന്നതും നിങ്ങൾക്ക് കാണാം. അതിവിടെ ഒരു അപൂർവ കാഴ്ചയാണ്. ഈ കാട്ടുകൊമ്പൻ ഒരു ശാന്ത സ്വഭാവക്കാരനാണെന്ന് തോന്നുന്നു. പയ്യെ നടന്നു വന്ന് കൂട്ടത്തിൽ കയറി ഒന്നും അറിയാത്തപോലെ നിൽക്കുന്നു. സംഘത്തിലെ മറ്റ് ആനകൾക്കൊന്നും ഈ കൊമ്പനാനയുടെ സാന്നിധ്യം മൂലം ഒരു പ്രശ്നമുള്ളതായി തോന്നുന്നില്ല. അവരാരും ഇദ്ദേഹത്തെ തീരെ മൈൻഡ് ആക്കുന്നില്ലെന്ന് മാത്രമല്ല, കാട്ടുകൊമ്പൻ എന്ന ബഹുമാനവും കൊടുക്കുന്നില്ല. എന്നാലും അവന്റെ ആ പ്രൗഢി, ആ നിൽപ്പ്, ശരിക്കും കാടിന്റെ രാജാവ് തന്നെ. അവൻ വളരെ ശാന്തനായി പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. ഇത്രയും അടുത്ത്, ഇത്രയും സ്വാഭാവികമായ ഒരു ചുറ്റുപാടിൽ ഒരു കൊമ്പനാനയെ കാണാൻ സാധിച്ചത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാണ്, അതും വളരെ സുരക്ഷിത സ്ഥാനത്ത് നിന്നുകൊണ്ട്. ആനക്കുളത്തെ ഈ കാട്ടരുവിയിലെ വെള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഉപ്പും ധാതുലവണങ്ങളും കലർന്ന ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ദൂരെ ദിക്കിൽ നിന്നുപോലും ആനകൾ ഇവിടെയെത്തുന്നത്. ആനകൾ സാധാരണയായി വെള്ളത്തിൽ കുളിക്കാറുണ്ടെങ്കിലും ആനക്കുളം അരുവിയിൽ നിന്ന് അവർ വെള്ളം കുടിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നോക്കൂ, എന്തൊരു മനോഹരമായ കാഴ്ചയാണിത്. അമ്മമാരുടെ സുരക്ഷിത വലയത്തിൽ ആ കുട്ടിയാനകൾ വെള്ളത്തിൽ കളിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ്. തുമ്പിക്കെ കൊണ്ട് വെള്ളം ചീറ്റിയും പരസ്പരം ഉരസിയും അവരവരുടെ ലോകത്ത് ആഹ്ലാദിക്കുകയാണ്. ഇത് വെറുമൊരു വെള്ളം കുടിയല്ല, ഇതൊരു ഒത്തുചേരലാണ്, ഒരു കുടുംബസംഗമം പോലെ.
വെള്ളം കുടിയും കളിയുമെല്ലാം കഴിഞ്ഞ് അവർ പതിയെ കരയ്ക്ക് കയറാൻ തുടങ്ങി. ആ പുൽമേട്ടിൽ സന്ധ്യാവെളിച്ചത്തിന്റെ ആ സ്വർണ്ണനിറത്തിൽ നിൽക്കുന്ന ആനക്കൂട്ടത്തിന്റെ കാഴ്ച വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ഒന്നാണ്. ആ കൊമ്പനും പിടിയാനകളും കൂട്ടത്തിനിടയിൽ അമ്മയുടെ കാലിനോട് ചേർന്ന് നിൽക്കുന്ന ആ കുഞ്ഞൻ ആനകളും കണ്ണും മനസ്സും നിറയ്ക്കുന്ന കാഴ്ച. ഇവരുടെ ഈ സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ നമ്മൾ മനുഷ്യരെത്രയോ ചെറുതാണെന്ന് തോന്നിപ്പോകും. എത്ര ശക്തമായ കുടുംബബന്ധങ്ങളാണ് ഇവർക്കിടയിൽ. ഓരോ ചലനത്തിലും പരസ്പരം കരുതലും സ്നേഹവും നിറഞ്ഞിരിക്കുന്നു. ഈ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് ഒരു പുണ്യമായി ഞങ്ങൾ കരുതുന്നു.
പ്രകൃതി ഒരുക്കിയ ഈ അത്ഭുതം നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളുടെ മടക്കം. ആനക്കുളം ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഓർമ്മയുടെ ചിപ്പിൽ സൂക്ഷിക്കാൻ ഒരുപിടി അമൂല്യ നിമിഷങ്ങളാണ്. നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഒരിക്കൽ മാങ്കുളത്തെ ആനക്കുളം സന്ദർശിക്കണം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമ്മൾ അവരുടെ ലോകത്തേക്കാണ് അതിഥികളായി ചെല്ലുന്നത്. അവരെ ശല്യപ്പെടുത്താതെ ദൂരെ മാറി നിന്ന് ഈ കാഴ്ചകൾ ആസ്വദിക്കുക. ഏകദേശം 3 മണിക്കൂറോളം അവർ ഞങ്ങൾക്ക് മുന്നിൽ വിസ്മയം തീർത്തു. വന്ന വഴിയെ ഓരോരുത്തരായി അവർ കാടിന്റെ ആഴങ്ങളിലേക്ക് മടങ്ങിത്തുടങ്ങി. തങ്ങൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തി ആ കൊമ്പനായിരുന്നു അവസാനം മടങ്ങിയത്. ആനക്കുളം വീണ്ടും നിശബ്ദമായി അടുത്ത ദിവസത്തെ ഒത്തുചേരലിനായി കാത്തിരിക്കാൻ തുടങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ പുതിയ യാത്രാവിശേഷങ്ങൾക്കായി കേരളാബിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മനോഹരമായ കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.